ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്സിൻ്റെയും സോഷ്യലിൻ്റെയും ചലഞ്ചാണ് നമ്മൾ വയ്ക്കാൻ വേണ്ടിയിട്ട് പോണത്. സാറ്റർഡേ, സൺഡേ, മൺഡേ കൊണ്ട് നമുക്ക് എങ്ങനെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി കാര്യങ്ങളും എല്ലാവരും പറഞ്ഞു തരുന്നുണ്ട്, ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും വീഡിയോസ് ഫുള്ളായിട്ടിരുന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറേ പേര് എന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ സ്റ്റഡി പ്ലാൻസ് ഈ ഒരു 3 ദിവസം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം എൻ്റെ സ്റ്റഡി പ്ലാനാണ് ഗൈസ് ഇന്ന് ഞാൻ കാട്ടാൻ വേണ്ടിയിട്ട് പോണത്. എനിക്ക് ഇന്നലെ ടൈം കിട്ടിയില്ല വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടായിരുന്നത്. പക്ഷേ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. അപ്പം അതൊക്കെ പോട്ടെ ഗൈസ്, നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ടോപ്പിക്കിലോട്ട് വരാം. യെസ് ഗൈസ്, നമ്മുടെ ഫിസിക്സിൻ്റെ എക്സാമാണ് ട്യൂസ്ഡേ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസമാണ് എന്ന് വെച്ചാൽ വെനസ്ഡേ കഴിഞ്ഞിട്ടാണ് ഫിസിക്സിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സോഷ്യൽ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്രയും ടൈം ഗ്യാപ്പേ ഉള്ളൂ നമുക്ക് സോഷ്യൽ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് സോഷ്യലും ഫിസിക്സും ഇപ്പം കംപ്ലീറ്റ് ചെയ്യാം ഈ ഒരു 3 ദിവസം കൊണ്ട്. സോ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാക്കാം. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഫിസിക്സ് ഇത്തിരി കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാര്യം ട്യൂസ്ഡേ ഫിസിക്സ് ആണല്ലോ എക്സാം. നമ്മുടെ സോഷ്യലിന് വേണ്ടിയിട്ട് ഒരു ദിവസം കൂടി ഉണ്ട്, എന്ന് വെച്ചാൽ വെനസ്ഡേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്സ് ഇത്തിരി കൂടി കോൺസെൻട്രേറ്റ് ചെയ്താണ് പഠിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സ്റ്റഡി വ്ലോഗായിട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫിസിക്സിലെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ബിയോണ്ട് ഫോഴ്സ് മുതലുള്ള ചാപ്റ്റേഴ്സാണ്. സോഷ്യലി നമ്മൾ നാളെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും കേട്ടോ. രണ്ടെണ്ണം കൂടി ഒരുമിച്ചൊരു സ്റ്റഡി വ്ളോഗിൽ വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ സബ്ജക്റ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നത് കേട്ടോ. അതുമാത്രമല്ല, ഫിസിക്സ് ഇത്തിരി കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ പഠിച്ചിട്ട് പിന്നെ ഫിസിക്സ് പഠിക്കാനായിട്ട് മറക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫിസിക്സാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ആണ് ഞാൻ ഈ ഒരു ഫിസിക്സിൻ്റെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. നല്ല ടൈം എടുത്തിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ വീഡിയോ എടുക്കണേ കൊണ്ട് തന്നെ ഞാൻ സ്പീഡിൽ ഇങ്ങനെ വായിച്ച് പോവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും എനിക്ക് ഒരു പ്രാവശ്യം കൂടി വായിക്കേണ്ടി വരും മിക്കവാറും. അപ്പം ഈ ഒരു വീഡിയോ എടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഇതും ഇങ്ങനെ വായിക്കുക എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു വീഡിയോ ഒക്കെ വരാനായിട്ട് ഡിലേ ആവുന്നത് കേട്ടോ. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ ശരിക്കും ഒരു വീഡിയോ നന്നായിട്ട് സ്റ്റോപ്പ് ചെയ്തായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. വേറൊന്നുമില്ല, വീഡിയോയുടെ ലെങ്ത്ത് നന്നായിട്ട് കൂടും എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി പഠിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും ഈ ഒരു വീഡിയോ, എന്നിട്ട് പിന്നെ പഠിക്കും. അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും പഠിക്കുന്ന കാട്ടുന്നില്ല, എന്നാലും ഞാൻ കാട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫുള്ളാണ് പഠിക്കേണ്ടത്. അയ്യോ ഇത്രയും പഠിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് പഠിക്കാതിരിക്കരുത് ആരും. ഓൾ ദി ബെസ്റ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ബുദ്ധി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പഠിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ടെസ്റ്റാണ് ഇപ്പോൾ വായിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്യൂഷൻ ബുക്കൊക്കെ വായിക്കാം കേട്ടോ. ഞാനിപ്പോൾ ടെസ്റ്റാണ് വായിച്ചിട്ടുള്ളത്. പിന്നെയാണെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് ഒന്നും മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ബിയോണ്ട് ഫോഴ്സ്, വർക്ക് ആൻഡ് എനർജി, ഇലക്ട്രിക് കറൻറ്റ്, സൗണ്ട്, ഈ ഒരു ചാപ്റ്റേഴ്സ് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് അത് തന്നെ ക്ലാസ് കേൾക്കണം കേട്ടോ. ക്ലാസ് കേട്ടിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ വെറുതെ ഇരുന്ന് പഠിച്ചിട്ട് നമുക്ക് ഒരു കാര്യമില്ല. നമുക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റ് വല്ലത് കിട്ടിയാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ പണ്ട് മുതൽ ഇതുപോലത്തെ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ പേര് ഹൈലൈറ്ററൊക്കെ വെച്ച് മാർക്ക് ചെയ്യും. ഞാൻ 6ാം ക്ലാസ്സിലൊക്കെ അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര പ്രൊഡക്റ്റീവ് സ്റ്റഡി പോലെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ശരിക്കും ഹൈലൈറ്ററൊക്കെ വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ എന്തോ ടെസ്റ്റ് ഭയങ്കര വൃത്തിയാക്കണേൽ പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. ഇങ്ങനെ പല കളർ വെച്ചിട്ട് അലമ്പായിരിക്കും ഫുള്ളായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെൻസിലാണ് യൂസ് ചെയ്യാറുള്ളത്. എല്ലായ്പ്പോഴും പെൻസിൽ തന്നെയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. പെൻസിലാകുമ്പോൾ നമുക്ക് റബ്ബ് ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അതെന്തോ ഞാൻ ശീലിച്ച പോലെയാണ് ഞാൻ ഇങ്ങനെ പഠിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെയാണെങ്കിൽ എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലേറ്റായി പോയിട്ടോ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനോ ഇടാനോ പറ്റിയൊരു ഇതുണ്ടായിരുന്നില്ല. പിന്നെയാണെങ്കിൽ ഞാൻ പഠിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരായിരുന്നു കേട്ടോ. നമ്മളോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ വീഡിയോ എന്നൊക്കെ. ശരിക്കും ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും സന്തോഷമായി. കാര്യം നിങ്ങളിങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. എനിക്കതൊക്കെ കേൾക്കുമ്പോഴാണ് റിയലി ഭയങ്കര
സന്തോഷമാവുന്നത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെയാണെങ്കിൽ ഈ ഒരു വായിക്കുന്ന ടൈമിൽ ഞാൻ ഒരുമിച്ചിരുന്ന് എല്ലാവരും പഠിക്കണം എന്ന് പറയില്ല കേട്ടോ. ഈ ഒരു ദിവസം എന്ന് വെച്ചാൽ ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ സാറ്റർഡേ, ഈ ഒരു സാറ്റർഡേ നിങ്ങൾ പല ടൈമിലായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഫിസിക്സ് ഇങ്ങനെ എന്താ പറയുക ബാക്കിയാവും. നമ്മൾ ഫസ്റ്റ് ടൈം കൂടി കംപ്ലീറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇടാവേ. അത് മിക്കവാറും നമ്മൾ സൺഡേ അല്ലെങ്കിൽ മൺഡേ ഒക്കെ ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അത്യാവശ്യം കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ജോഗ്രഫിയിലും സോഷ്യലല്ല ജോഗ്രഫിയിലും ഹിസ്റ്ററിയിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോൻ്റെ പുറകിൽ കുറേ ഹാർഡ് വർക്ക് ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ നല്ല കഷ്ടപ്പാടിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ദേഷ്യമൊക്കെ വരും ചെറിയ ടൈമിൽ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ക്ലിയർ ആവണില്ല, സെറ്റ് ആവണില്ല എന്നൊക്കെ തോന്നുമ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ മാറ്റിയിട്ട് കൂളായിട്ടാണ് എടുക്കാറുള്ളത്. അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു അപ്ലോഡിങ് പ്രൊസീജിയർ ആയാലും ഇതുപോലെ തന്നെ വോയിസ് ഓവർ ചെയ്യുന്നതും വീഡിയോ ഷൂട്ടിംഗ് പ്രൊസീജിയർ ആയാലും എനിക്ക് എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ വർക്ക് ആൻഡ് എനർജി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇലക്ട്രിക് കറണ്ട് ആട്ടോ കാട്ടേണ്ടത്. ഞാനിതിപ്പോൾ വെറുതെ വായിച്ചു പോയിട്ടേ ഉള്ളൂ. ഞാൻ മിക്കവാറും ഒരു പ്രാവശ്യം കൂടി റിവിഷൻ ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല, നമുക്ക് എന്താ പറയുക മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഞാൻ സാധാരണ പോലെ ഒന്ന് ഇരുന്നിട്ട് ഒരു പ്രാവശ്യം കൂടി റിവിഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ കേട്ടോ, ഇന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ ചെയ്യുക. എന്ന് വെച്ചാൽ നന്നായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ആണെങ്കിൽ പാരഗ്രാഫ്സൊക്കെ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്ട് ഈസ് ബ്യൂയിൻ്റ് ഫോഴ്സ്, വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കിട്ടണം. അപ്പം അതൊക്കെ ഒന്ന് പഠിക്കുക നന്നായിട്ട് തന്നെ. എല്ലാത്തിൻ്റെയും ഇക്വേഷൻ പഠിക്കാം. അപ്പം അത് മറക്കണ്ട കേട്ടോ. പിന്നെ ആണെങ്കിൽ ഗൈസ് ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ ചാപ്റ്ററിൽ. എന്ന് വെച്ചാൽ കുറേ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്താ പറയുക നമ്മുടെ എക്സാമിൻ്റെ തലേദിവസം ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ട്യൂസ്ഡേ ആണ് എക്സാം, മൺഡേ രാത്രി ആകുമ്പോഴേക്കും നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. രാത്രിയല്ല, അതിന് മുമ്പ് തന്നെ ചെയ്ത് നോക്കുക പ്രോബ്ലംസൊക്കെ. അല്ലാതെ ഇപ്പോൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും പ്രോബ്ലംസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇത്തിരി മടി തോന്നും. എനിക്കായാലും അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിൻ്റെ തലേ ദിവസം ചെയ്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ഫിസിക്സ് മിക്കവാറും ഒരു വീഡിയോ കൂടി മതിയാവും നമ്മുടെ ഫിസിക്സിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ആവാനായിട്ട്. അതെന്ന് വെച്ചാൽ പാർട്ട് 1 പോർഷൻസ് കൂടി കംപ്ലീറ്റ് ആക്കണമല്ലോ. അപ്പം അങ്ങനെയാണ്. പിന്നെ കുറേ ഫിഗേഴ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റെസിസ്റ്റർ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാനൊക്കെ പറയും, സർക്യൂട്ട്. അപ്പം അതൊക്കെ വരയ്ക്കാൻ അറിയണം. അപ്പം അതൊക്കെ നോക്കാട്ടോ എല്ലാവരും. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല മാർക്കോടെ നമുക്ക് കിട്ടുന്ന ഇത്തിരി സംഭവങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ ഇക്വേഷൻസ് ഉണ്ട്, അതൊക്കെ പഠിക്കാം. നിങ്ങൾ കറക്റ്റായിട്ട് ശരിക്കും എന്താ പറയുക ഒരു ബുക്കിൽ ഇങ്ങനെ ഇക്വേഷൻസ് മാത്രമായിട്ട് എഴുതി വെച്ചിട്ട് പഠിക്കുക കേട്ടോ. അതാകുമ്പോൾ ഇത്തിരി കൂടി എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു വീഡിയോസൊക്കെ 8ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. വേറൊന്നുമില്ല, എനിക്ക് കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ. അവർ ഇത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഭയങ്കര മോട്ടിവേഷനാണ്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് റിയലി. എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയുമോ, നമ്മുടെ ക്ലാസ്സുകാർ മാത്രമാണ് കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, എന്താ പറയുക ഇവരൊക്കെ നോക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച്. പിന്നെ ആണെങ്കിൽ ഞാൻ ഓരോ വേർഡ്സ് പറയുമ്പോഴും ലാസ്റ്റ് ടോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എല്ലായ്പ്പോഴും അങ്ങനെ പറയാറുണ്ട്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, ഒരു ശീലം പോലെ ആയിപ്പോയി കൊണ്ടായിരിക്കാം. എന്നോട് എന്ന് വെച്ചാലും കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ നല്ല രസമുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി കേട്ടോ. ശരിക്കും ഭയങ്കര സന്തോഷമായി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ലാസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള സൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിപ്സ് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്, അല്ലാതെ ഞാൻ ഇത്ര വേഗത്തിൽ പഠിച്ചു പോയെന്നല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ക്ലിപ്സ് കട്ട് ചെയ്താണ് ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ സൗണ്ടിൻ്റെ ചാപ്റ്ററോട് പഠിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ മിക്കവാറും ഒരു പ്രാവശ്യം കൂടി റിവിഷൻ ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു പ്രാവശ്യം കൂടി റിവിഷൻ ചെയ്യണം. ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ നല്ലൊരു മൂഡിലല്ലായിരുന്നു, പക്ഷേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മനസ്സിലാക്കിയാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും ഒരു പ്രാവശ്യം കൂടി എനിക്ക് ചെയ്യണം. അപ്പം എല്ലാവരും തന്നെ ഇതുപോലെ ഈ ഒരു ദിവസം കൊണ്ട് ഫിസിക്സിൻ്റെ സെക്കൻഡ് പാർട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യുക. അധികം 4 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അതിലാകെ ഇലക്ട്രിക് കറൻറ്റും എനിക്ക്
തോന്നുന്നു ഇലക്ട്രിക് കറൻറ്റ് വർക്ക് ആൻഡ് എനർജി മാത്രമേ ഇത്തിരി ഇതുള്ളൂ, ടഫുള്ളൂ. ഇത്തിരി ടഫുള്ളൂ. എനിക്ക് തോന്നുന്നു വർക്ക് ആൻഡ് എനർജിയാണ് ഇത്തിരി കൂടി വർക്ക് ആൻഡ് എനർജി ഇത്തിരി കൂടി ഈസിയാണ്. ഓക്കെ, ഇലക്ട്രിക് കറൻറ്റാണ് ഇത്തിരി കൂടി ടഫുള്ളത്. അപ്പം നല്ല ആ ഒരു ചാപ്റ്റേഴ്സൊക്കെ നന്നായിട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ബ്യൂൻ്റെ ഫോഴ്സും സൗണ്ടും ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ചാപ്റ്റർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പോയിട്ട് യൂട്യൂബ് ക്ലാസ്സസ് കേൾക്കണം, അല്ലാതെ വന്നിട്ട് വായിച്ചിട്ട് ഒരു കാര്യമില്ല, സത്യം പറയാമല്ലോ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് വേണം കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് അങ്ങനെ വായിച്ച് കഴിയാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒന്നും മറക്കണ്ട. എൻ്റെ കൈ കൊണ്ടുള്ള ആക്ഷൻസ് ഒന്നും നിങ്ങൾ അങ്ങനെ കാണണ്ട കേട്ടോ, വേറൊന്നുമല്ല. ഞാൻ പഠിക്കുന്ന ടൈമിൽ അങ്ങനെയൊക്കെയാണ്, കൈയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞ് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇങ്ങനെ കൈയൊക്കെ പോകുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റഡി റൂട്ടീൻ എന്ന് പറയുന്നത്. ചലഞ്ച് 1 നമ്മൾ കംപ്ലീറ്റ് ആക്കി. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ മൈക്ക് എടുക്കാൻ വിട്ടുപോയി, എന്തോ ഒരു മിസ്സിങ് ഉണ്ടല്ലേ. അപ്പം മൈക്കിന് ചാർജ് ഇല്ല. ഞാൻ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു, ചാർജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബട്ട് എന്തോ ചാർജ് ഇല്ല ഗൈസ്. അപ്പം അതുകൊണ്ടാണ് മൈക്ക് എടുക്കായിരുന്നത്. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും റിവ്യൂസൊക്കെ പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ബൈ ഡിയേഴ്സ്. നമ്മൾ ചലഞ്ചിലെ Day 2 ആയിട്ട് നാളെ വരുന്നതായിരിക്കും കേട്ടോ.